സർ, സംസ്ഥാനത്തെ വിവിധ സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിന് നിലവിൽ സർക്കാർ സഹായങ്ങൾ നൽകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വിശദമാക്കണം. സർ, നമ്മളിപ്പോൾ വ്യവസായം ഈ ട്രേഡിന് MSMEയുടെ ഡെഫിനേഷനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമീപനം വന്നതിന് ശേഷം ആ മേഖലയ്ക്കകത്ത് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ വ്യവസായ നയത്തിലും 2023 ചില്ലറ വ്യാപാര മേഖലയെ പ്രയോറിറ്റി സെക്ടറിനകത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിജിറ്റൽ സങ്കേതങ്ങളുടെ ഉയർന്ന ഉപയോഗമുള്ള കേരളം പോലെ ഉപഭോക്തൃ സംസ്ഥാനത്ത് ചില്ലറ വിൽപ്പന മേഖലയുടെ വളർച്ചാ സാധ്യത അപാരമാണ്. എന്നാൽ പലതരം വെല്ലുവിളികളെയും ഈ മേഖല നേരിടുന്നുണ്ട്. MSME നിർവചനത്തിനകത്ത് ട്രേഡ് കൂടി വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും നൽകുന്ന എല്ലാവിധ സഹായങ്ങളും ട്രേഡിന് കൂടി ലഭ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സംസ്ഥാനത്തെ വിവിധ സംരംഭങ്ങൾക്ക് PMEGP പോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയുള്ള സഹായം കൃത്യമായി ലഭ്യമാകുന്നില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വിശദമാക്കാം. സർ, ബഹുമാനായ അംഗം ചോദിച്ചത് വളരെ ഗൗരവമായൊരു പ്രശ്നമാണ്. നമുക്ക് PMEGP പദ്ധതി അതിനൊരു ഭൗതിക പരിശോധന നടത്തിയതിന് ശേഷമാണ് യൂണിയൻ ഗവൺമെൻറ് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നത്. അതിനുവേണ്ടി അവർ ഒരു ജെൻസിസ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസിയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ഇവർ 2016-17 മുതൽ കാലാവധി പൂർത്തിയാക്കിയ യൂണിറ്റുകളുടെ ഈ പരിശോധന നടത്താത്തതുകൊണ്ട് സബ്സിഡി ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് ബാങ്ക് വായ്പയ്ക്കാണ് സബ്സിഡി. അതുകൊണ്ട് വായ്പ പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നുണ്ട്. നമ്മൾ പലതവണ യൂണിയൻ സർക്കാരിൻ്റെയിലും ഉദ്യോഗസ്ഥ തലത്തിലും എല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 22/1/2024 ഒരു താൽക്കാലിക പരിശോധന നടത്താനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു, KVICയെ കൂടി ചേർത്തിട്ട്. പക്ഷേ ആ സംവിധാനവും ഇതുവരെ 34 കേസുകൾ മാത്രമാണ് അവർക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവമായ ഒരു പ്രശ്നമായിട്ടാണ് ഇത് സർക്കാർ കാണുന്നത്. വീണ്ടും യൂണിയൻ ഗവൺമെൻറ് കത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ കാലാവധി അവസാനിച്ചതായും പോസ്റ്റൽ വകുപ്പിനെ ചുമതലപ്പെടുത്തുന്ന വിഷയം പരിശോധിച്ചു വരുന്നതുമായിട്ടാണ് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുള്ളത്.